നമസ്കാരം. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേർക്ക് നിരന്തരം പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിലും ഇന്ത്യയിലെ വ്യോമസേനാ താവളങ്ങൾ ഒന്നും തന്നെ അവർക്ക് തൊടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാനകരമായൊരു വസ്തുത. ഫത്തേ-2 എന്ന ദീർഘദൂര മിസൈൽ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലെ വ്യോമസേനാ താവളങ്ങളൊക്കെ തന്നെ ആക്രമിക്കാൻ പാകിസ്ഥാൻ നിരന്തരം ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഒരൊറ്റ ശ്രമം പോലും വിജയം കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ S-400 മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ശക്തമായ തോതിലുള്ള ചെറുത്തുനിൽപ്പ് തന്നെയാണ് പാകിസ്ഥാനെ നേർക്ക് നടത്തിയത്. ഇന്ത്യയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ചില നിസ്സാര സംഭവങ്ങൾ ഒഴിച്ചാൽ പൊതുവെ ഇന്ത്യയിലേക്ക് അവർക്ക് ശക്തമായ തോതിലുള്ള ഒരു തരത്തിലുള്ള കടന്നുകയറ്റം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ 3 സേനാ മേധാവികളൊക്കെ തന്നെ ചർച്ച ചെയ്യാനായിരിക്കാം ഒരുപക്ഷെ യോഗം വിളിച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 3 സേനാ വിഭാഗങ്ങളും ഇപ്പോൾ സംയുക്തമായിട്ടാണ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനിയുള്ള ദിവസങ്ങളിൽ ശക്തമായ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തായിരിക്കാം പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയിലെ ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നത്. പഞ്ചാബിലും അതുപോലെ മറ്റ് പല അതിർത്തി സംസ്ഥാനങ്ങളിലുമൊക്കെ തന്നെ ഇവർ ജനവാസ മേഖലകളിലേക്ക് ആക്രമണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം ഇന്ത്യയുടെ വ്യോമസേനാ താവളങ്ങൾ ഏതെങ്കിലും ആക്രമിക്കാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു അവർ ഫത്തേ-2 ദീർഘദൂര മിസൈൽ ഉപയോഗിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു തരത്തിൽ ഇന്ത്യ ആക്രമിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്നാൽ ഇന്ത്യ ആകട്ടെ പാകിസ്ഥാനിലേക്ക് അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയുള്ള സമയത്തായിരിക്കാം ഒരുപക്ഷെ പുറത്തു വരാൻ കഴിയുന്നത്. പാകിസ്ഥാൻ്റെ തന്നെ അവരുടെ F-16 ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യ വെടിവെച്ചിട്ടിരുന്നു. പാകിസ്ഥാനിലെ പെഷവാർ, സിയാൽകോട്ട്, കറാച്ചി തുടങ്ങിയ അവരുടെ സുപ്രധാന മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ ആഞ്ഞടിക്കുകയാണ്. മാത്രവുമല്ല സിയാൽകോട്ട് ഉൾപ്പെടെയുള്ള, അതായത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന സിയാൽകോട്ട് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് ഇന്ത്യ ശക്തമായ മിന്നലാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പാകിസ്ഥാൻ മറ്റു രാജ്യങ്ങളുടെയൊക്കെ തന്നെ സഹായം തേടാനുള്ള സാധ്യതകൾ കളയാൻ കഴിയുകയില്ല. ചില സ്ഥലങ്ങളിൽ കണ്ടെടുത്ത ഡ്രോണുകൾക്ക് അവ തുർക്കി നിർമ്മിതമാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുർക്കിയും ചൈനയും ഒക്കെ തന്നെ ഇവർക്ക് ആയുധങ്ങൾ നൽകിയതായി ഇന്ത്യക്ക് ഒരുപക്ഷെ വ്യക്തമായ സൂചന തന്നെ ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ജനവാസ മേഖലയിൽ നിന്ന് ലഭിച്ച മിസൈൽ ചൈനീസ് നിർമ്മിതമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ചൈനയും തുർക്കിയും പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം. നേരത്തെ ഇക്കാര്യം പാകിസ്ഥാൻ നിഷേധിച്ചിരുന്നു. തുർക്കിയിൽ നിന്നൊരു കപ്പൽ നിറയെ ആയുധങ്ങൾ എത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഒപ്പം ചൈനയും അവരുടെ ആയുധങ്ങൾ നൽകിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യോമസേനാ താവളങ്ങളെല്ലാം തന്നെ അതീവ സുരക്ഷിതമാണ്. ഇപ്പോൾ ഇന്ത്യയിലെ മറ്റ് സിവിലിയൻ വിമാനത്താവളങ്ങൾ പലതും അടച്ചിടാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഈ ഒരു സന്ദർഭത്തിൽ വിമാനങ്ങൾ അവിടെ നിന്ന് പറന്നു വരുന്നത് അപകടം സൃഷ്ടിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു നിർണായക തീരുമാനമെടുത്തിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ പാകിസ്ഥാന് മുന്നിൽ അവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതിശക്തമായ തോതിൽ തന്നെയാണ് ഇന്ത്യ നിലകൊള്ളുന്നത്. ലോകത്തെ ഏറ്റവും വലിയ പ്രതിരോധ സാമ്പത്തിക ശക്തികളൊന്ന ഇന്ത്യ നേരിടുന്ന കാര്യം എളുപ്പമല്ല എന്ന് പാകിസ്ഥാൻ അറിയാം. എങ്കിലും വെറുതെ ഒരുപക്ഷെ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഒരു പരിപാടിക്ക് ഇറങ്ങി പുറപ്പെട്ടത് എന്ന് വേണം കരുതാൻ.